എന്താണ് പപ്പടമല്ലേ? പപ്പട വടയല്ലേടാ ചോദിച്ചേ? ഓട്ടോ ഷോക്ക് ഇറക്കി പോകുക, കാർ കളർ ചേഞ്ച് ആക്കുന്നത്. ഇല്ല ഇല്ല ഇല്ല, നനക്കിത് ഇങ്ങ തന്നെ മതി വണ്ടി. ഞാൻ ഒന്നും ചെയ്യുന്നില്ല. പപ്പടം പോ എന്നാ തിന്നറ, ഇത് തിന്നറ മതി. ഇതും കൂടി മമ്മു ഞാൻ അടിക്കൂ. തിന്നറ. എന്താ നടക്കട് ഒരു പപ്പടത്തിന്? അവിടെ ഞാൻ ക്യാരക്ടർ വിട്ടപ്പോഴേക്ക് ഇവരെല്ലാം ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്? ഞാൻ കുറച്ച് പാവാകുമ്പോഴേക്ക് ഈ നായിന്റെ മക്കളെല്ലാം നീ ക്യാരക്ടർ മാറ്റി വിചാരിച്ച് ഞാൻ വിടൂല മോനെ. നീ ക്യാരക്ടറുള്ളപ്പോ നമ്മളെ ഇറക്കിയിട്ടുള്ളല്ലേ? സൗണ്ട് ആയില്ലടാ, സൗണ്ട് ശരിയായില്ലടാ. ഹലോ 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 ഹലോ, അവിടെ ഈ മൈക്ക് നല്ല സൗണ്ട് വരുന്നേ. മറ്റേ മൈക്കുന്ന ഈ മൈക്കുന്ന സൗണ്ട് ഓൺ ആക്കിത്താ. ഹലോ 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 ആണോ ആണോ? ലോക്കൽ തൊപ്പി അവിടെ ലോക്കൽ, ഇതിന് കുറച്ച് ലോക്കൽ ആകണം. ഞാൻ കുറെ പവർ ആയില്ലേ, കുറെ കാലം ഞാൻ പവറിൽ ജീവിച്ചില്ലേ, ഇനി ഞാൻ ലോക്കലായിട്ട് ജീവിച്ചോളാണ്. അതാ നല്ലത്. ആ സമാധാനം മനസ്സിലാവും. സമാധാനത്തിൽ ജീവിക്കണമെങ്കിൽ ലോക്കലായിട്ട് ഇപ്പറായി നിൽക്കാവും. അങ്ങനെ നിൽക്കാവും. പുറത്ത് നമുക്ക് കഴിക്കാം. എന്താണ്ട് കുറച്ച് മാറിയില്ല. അപ്പുറത്ത് പോടാ, എന്തിനാണ് ഇടാൻ നിൽക്കുന്നത്? ബോഡിഗാർഡ് ഓൺ ഡ്യൂട്ടി. അവിടെ ഞാൻ നാളെ ലൈവ് വരുമ്പോ മൊത്തം ശരിയാക്കി തരാം. ഓക്കെ, അല്ലെങ്കിൽ നെക്സ്റ്റ് ലൈവ് എപ്പാ വരുന്നത് അപ്പൊ ഞാൻ സൂപ്പർ ചാറ്റിൽ വേണം. ഇതെന്താ എന്തോ ബഗ്ഗായിട്ടാണുള്ളത്, എന്തോ സീനായിട്ടാണുള്ളത്, ബഗ്ഗായിട്ടുള്ളത്. ആകുന്നില്ല. ഞാൻ കുറെ റീഫ്രഷ് അടിച്ചു നോക്കി, ഇതാകുന്നില്ല. ഇത് BMW ഞാൻ ഡ്രഗ് മണീനെ കൊണ്ട് എടുത്തു ചില നായിന്റെ മക്കൾ ചോദിക്കുന്നുണ്ട്. അവരോടെ ഞാൻ പറയുന്നത് എടാ, ഒരുത്തം കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി വണ്ടി എടുക്കുമ്പോ നായിന്റെ മക്കളെ ഞാൻ ഇല്ലെങ്കിൽ അതിന് മുന്നേ ഞാൻ വേറെ ഏതെങ്കിലും വണ്ടി എടുത്തല്ല. അപ്പൊ ഒന്നും സീനല്ല. ഞാൻ ഒരു ബ്ലാക്ക് ഫോർച്യൂണർ എടുത്ത്, ഒരു വൈറ്റ് ഫോർച്യൂണർ എടുത്ത്, അപ്പൊ ഒന്നും ഇവർക്ക് പ്രശ്നമില്ല. ഞാൻ BMW എടുത്തപ്പോഴേക്കാണ് ഇവര് വന്നിട്ട് പറയുന്നത് ഡ്രഗ് മണിയാണോ. നല്ല വണ്ടി കാണുമ്പോ ഇവർക്കെല്ലാം കാര്യം പറയാല്ല. ഇവരൊന്നും റിപ്ലൈ പോലും ഞാൻ കൊടുക്കാൻ പറ്റില്ല. അതാണ് ഞാൻ പറയുന്നത്, റിപ്ലൈ പോലും ഞാൻ കൊടുക്കാൻ പറ്റില്ല. ആ കേസ് ഭയങ്കര തലപ്രാന്തായല്ലേ. അത് കാരണം കുറെ ആൾക്കാർ ഞാൻ ശരിക്കും ഞാൻ മയക്കുമരുന്ന് വിൽപ്പന ഉണ്ട് എന്നെല്ലാം വിചാരിച്ചിട്ടാ നിൽക്കുന്ന ഇന്ന മക്കള്. ഇല്ലീഗൽ മണി എടാ, ബെറ്റിംഗ് പ്രൊമോഷൻ പണിയാ. ബെറ്റിംഗ് എത്ര പ്രാവശ്യം ചെയ്തത് പ്രൊമോഷൻ? 2-3 വട്ടമായിട്ടല്ലേ ഞാൻ ബെറ്റിംഗ് പ്രൊമോഷൻ ചെയ്തത്. ആ പൈസ എങ്ങനെ BMW വാങ്ങാം? BMW വാങ്ങിയതിന്റെ ഒരു 100-50 ഭാഗം പോലും ബെറ്റിംഗ് നമുക്ക് പൈസ കിട്ടിയിട്ടില്ല. പിന്നെ ഒരു കാര്യം ഈ ഗവൺമെന്റിന്റെ ഊമ്പിയ ടാക്സ് ഉണ്ടല്ലോ, ഹവാല കേസ് പറയാ. എടാ അതില് വെറുതെ പറയുന്നതാണ്. ഒരു ഹവാല എന്റെ ജീവിതത്തിൽ ഒരു ഹവാല എന്റെ ഈ BM എടുത്തത്, എന്റെ ബ്ലാക്ക് ഫോർച്യൂണർ, വൈറ്റ് ഫോർച്യൂണർ, നാനോ, അത് എന്റെ ബിസിനസ്സിൽ ഇതാക്കിയത്, ലൊട്ട വെബ്സൈറ്റ്, എല്ലാത്തിലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഇല്ല, എല്ലാത്തിന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റും എല്ലാം എന്റെ കയ്യിലുണ്ട്. മനസ്സിലാ, എല്ലാം എന്റെ കയ്യിലുണ്ട്. ഹവാല, ഡ്രഗ് മണി ഒരു മൈരും ഇല്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ. ഓക്കെ, ഞാൻ ഉണ്ടാക്കിയ പൈസ എല്ലാത്തിന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് അടക്കം എന്റെ കയ്യിലുണ്ട്. എല്ലാം ടാക്സ് അടച്ചെടുത്ത ഇതാ വണ്ടിയെല്ലാം അത്രയും ടാക്സ് അടിച്ചിട്ട് എടുത്തത്.